ആർ റോഷിപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, രാജിവെക്കേണ്ട എന്ന തീരുമാനം പാർട്ടി എടുത്തിരിക്കുകയാണ്. ഒരു തവണ രാജിവെച്ചതാണ്, വീണ്ടും രാജി ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്നതാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട്. പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു ആയുധമല്ലേ, ഉപയോഗിക്കുന്നുണ്ടോ? സുജയ, ഒരു സംശയവുമില്ല, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ തന്നെ ലഭിച്ച വലിയൊരു ആയുധമായി തന്നെയാണ്. കാരണം അത് പ്രത്യേകിച്ച് ഭരണഘടനയെ അവഹേളിച്ച മന്ത്രിയെ അന്ന് തന്നെ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും അന്വേഷണ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ധാർമ്മികത ചൂണ്ടിക്കാട്ടി മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ അടക്കമുള്ള യു.ഡി.എഫിൻ്റെ എല്ലാ നേതാക്കളും ഉന്നയിച്ചു കഴിഞ്ഞു. യു.ഡി.എഫ് 26-ന് ഭരണഘടനാ ദിനം ആചരിക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും. അന്ന് ഏറ്റവും പ്രധാനമായും ഈ പരിപാടിയിൽ ഉന്നയിക്കുക മന്ത്രി സജി ചെറിയാൻ്റെ രാജിയാണ്. അതിനൊപ്പം മണ്ഡലത്തിലുടനീളം സജി ചെറിയാനെ പ്രതിനിധീകരിക്കുന്ന ചെങ്ങന്നൂർ മണ്ഡലത്തിലുടനീളം വലിയ പ്രതിഷേധ പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ശക്തമായ നിലപാട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പാർട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വലിയ പ്രചാരണം നടത്തി വലിയൊരു പ്രതിഷേധ പരിപാടികൾക്കുള്ള ആലോചന കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഇത് ഏതായാലും ആയുധമാക്കി മുന്നോട്ട് പോകും. കാരണം ഭരണഘടനാ വിരുദ്ധ നിലപാട് BJP സ്വീകരിക്കുന്നു എന്ന രീതിയിൽ രാജ്യവ്യാപകമായി കോൺഗ്രസും ഒപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രചാരണം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് മന്ത്രിക്കെതിരെ ഇത്തരമൊരു കോടതി വിധി മന്ത്രിക്ക് അനുകൂലമായുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളുന്ന ഒരു സാഹചര്യത്തിൽ അത് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകുമെന്ന് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയും. സുജയ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിന്റെ നിയമവശം കൂടി ഒന്ന് പരിശോധിക്കണം. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പമുണ്ട്. ശ്യാം ദേവരാജ്, ഒരു തവണ ഈ വിഷയത്തിൽ ഭരണഘടനയെ അവഹേളിച്ച വിഷയത്തിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതാണ് സജി ചെറിയാൻ. അതിനുശേഷം തിരിച്ച് വീണ്ടും മന്ത്രിയാകുന്നു. ഇപ്പോൾ കീഴ്ക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തള്ളുകയാണ് ഹൈക്കോടതി. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരാനും പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ സജി ചെറിയാൻ മാറി നിന്ന് അന്വേഷണം നേരിടണോ എന്നതാണ് പ്രധാന ചോദ്യം. എന്തൊക്കെയാണ് സാധ്യതകൾ? ഇക്കാര്യത്തിൽ തികച്ചും ധാർമ്മികമായ പ്രശ്നം മാത്രമാണ് സജി ചെറിയാന് മുന്നിലുള്ളത്. നിയമപരമായി അക്കാര്യത്തിൽ തടസ്സമൊന്നുമില്ല. കാരണം ഏതെങ്കിലും കോടതി ഇക്കാര്യത്തിൽ വിചാരണ നടത്തുകയോ വിധി പറയുകയോ അക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ദേശീയ ചിഹ്നങ്ങളെ അവഹേളിക്കുന്ന നിയമം അനുസരിച്ചാണ് ഇതിന്റെ വിചാരണ നടക്കേണ്ടത്. അക്കാര്യത്തിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ ആണ് സജി ചെറിയാന് ഒരു MLA സ്ഥാനത്ത് നിന്നടക്കം അയോഗ്യത കൽപ്പിക്കപ്പെടുക. നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. പക്ഷേ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്നതാണ് സജി ചെറിയാന് മുന്നിലുള്ള ആവശ്യം, അല്ലെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ആ ആവശ്യത്തിൽ സജി ചെറിയാൻ ഇന്നലെ തന്നെ പറഞ്ഞത് ധാർമ്മികതയുടെ പ്രശ്നം ഇതിലില്ല എന്നതാണ്. കാരണം ഇത് ധാർമ്മികമായ ഒരു പ്രശ്നം മുൻനിർത്തി താൻ രാജിവെക്കില്ല എന്ന് സജി ചെറിയാൻ ഇന്നലെ തന്നെ നിലപാടെടുത്തു. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ സജി ചെറിയാന്റെ മറുപടി അംഗീകരിക്കുന്നു. ആ നിലപാട് തന്നെ എടുക്കുന്നു. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടും കൈക്കൊള്ളുകയാണ്. അതായത് നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതാണ്, അത് ഭരണഘടന പറയുന്ന ഒരു കാര്യമാണ്. ഒരു കുറ്റത്തിന് 2 ശിക്ഷ പാടില്ല എന്നത് അത് ഭരണഘടനാപരമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അതായത് ഏതെങ്കിലും ഒരു കുറ്റം ഒരാൾക്ക് മേൽ ആരോപിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് മേൽ 2 തവണ ഒരുപോലെയുള്ള ശിക്ഷ പാടില്ല, അല്ലെങ്കിൽ ഒന്നിലധികം ശിക്ഷ പാടില്ല എന്ന് തന്നെയാണ്. ആ തത്വം അനുസരിച്ച് നേരത്തെ തന്നെ ഇത്തരം ഒരു ആക്ഷേപം ഉയരുമ്പോൾ 2022 ജൂലൈ മാസം 3-ന് സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം 6-ാം തീയതി 3 ദിവസങ്ങൾക്കപ്പുറം സജി ചെറിയാൻ രാജിവെച്ച ആ സ്ഥാനത്ത് നിന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയാണ് ചെയ്തത്. അതേ കേസിൽ മറ്റൊരു കോടതിയുടെ പരാമർശം വരുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് വീണ്ടും അതൊരു ശിക്ഷാ നടപടിയല്ല എങ്കിൽ പോലും വീണ്ടും അതേ കാര്യത്തിന് മാറി നിൽക്കുക എന്ന് പറയുന്നത് നിയമപരമായി അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് സജി ചെറിയാൻ ഇന്നലെ തന്നെ പറയുന്നത്. പക്ഷേ ധാർമ്മികത മാത്രമാണ് സജി ചെറിയാന്റെ മുന്നിലുള്ള പ്രശ്നം. അത് അതിന്റെ ധാർമ്മികത പരിഗണിക്കുന്നില്ല എന്ന കാര്യവും കൂടി സജി ചെറിയാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചുരുക്കത്തിൽ CPM കൂടി സജി ചെറിയാനൊപ്പം നിൽക്കുമ്പോൾ ആ രാജി എന്നത് രാജിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. CPM വ്യക്തമാക്കുന്നത് സജി ചെറിയാന്റെ രാജി ഉണ്ടാവില്ല. പക്ഷേ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വരുന്നത് രാജിക്കപ്പുറം ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം കൈവരുന്നത് ഈ കേസിൽ
ക്രൈംബ്രാഞ്ച് ഉടൻ അന്വേഷണ സംഘത്തെ നിയോഗിക്കണം, അന്വേഷണം പൂർത്തിയാക്കണം. അക്കാര്യത്തിൽ അന്തിമമായ ഒരു കുറ്റപത്രം, അന്വേഷണ റിപ്പോർട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകണം. ആ മജിസ്ട്രേറ്റ് കോടതി അതിനനുസരിച്ച് വിചാരണ നടത്തണം. ആ വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയണം. ആ വിധി വരുമ്പോൾ സജി ചെറിയാൻ ഈ കേസിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ആ കോടതി തീരുമാനിക്കണം. അത് അങ്ങനെ തീരുമാനിച്ചാൽ അത് 2 ശ്യാം ദേവരാജ് തുടരൂ. നമുക്ക് നമ്മുടെ ഒരു അഭിഭാഷക സുഹൃത്തിലേക്ക് കൂടി പോകണം.